എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു പത്തിരിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മാവ് കൈകൊണ്ട് ഒരുപാട് സമയം കുഴച്ചെടുക്കും, അതുപോലെ തന്നെ പരത്തിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ്. പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു നൈസ് പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കടകളിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന വറുത്ത പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അജ്മിയുടെ ഈ ഒരു പത്തിരിപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് അളവിൽ പത്തിരിപ്പൊടി ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കറക്റ്റ് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക, അതിൽ കൂടി പോകരുത്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഇതുപോലെ 1 കപ്പ് ഒഴിച്ചു കൊടുത്തു, വീണ്ടും ഇതിലേക്ക് 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആദ്യം. അപ്പോൾ ഇതുപോലെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇതുപോലെ കൈവിടാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് കുറുകി കിട്ടും. ഇതുപോലൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു കറക്റ്റ് ഒരു പത്തിരിയുടെ പാകമായെന്ന് കരുതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. ആ ഒരു മാവ് നമ്മൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുക, അതിൽ വെള്ളമേ ഉണ്ടോ എന്നുള്ളത്. ഈ ഒരു സമയത്ത് വെള്ളമേ ഉണ്ട് കേട്ടോ, ഇതിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മാവ് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ടിയായി കിട്ടണം, ഒരുപാടങ്ങ് കട്ടിയല്ല, അത്യാവശ്യം നമുക്ക് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം, ഒട്ടിയൊന്നും പിടിക്കാതെ. ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മളൊരു കറക്റ്റ് പാകമായെന്ന് കരുതിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ നമ്മൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്ക് മാവ് റെഡിയായി കിട്ടണം. ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു കറക്റ്റ് പാകത്തിന് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുക. ഒരുപാട് ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ നമ്മൾ മാവ് എടുക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കറക്റ്റ് പാകത്തിന് എനിക്കിപ്പോൾ ഇവിടെ മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മളൊരു മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നമ്മളിത് കുഴച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ അടച്ച് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ ഒരു മൂടി കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മാവിൽ നിന്ന് ഉണങ്ങിപ്പോവും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പത്തിരി പരത്തി എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ മടക്കാൻ പറ്റുന്ന ഒരു കവറാണ് കേട്ടോ. ഈ ഒരു കവറിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ തവണ പരത്തുമ്പോഴും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ചൂടും കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാവിൽ നിന്ന് അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മാവെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇതുപോലെ ഉരുട്ടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഒട്ടും തന്നെ വിള്ളലുകളൊന്നും ഇല്ലാതെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു മാവ് അടച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷീറ്റിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷീറ്റ് ഇതുപോലെ അടച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്തൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ട് കറക്റ്റ് നമുക്ക് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതുപോലെ പത്തിരി പരത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു സിമ്പിൾ രീതിയിൽ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവർ ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഇത് പരന്ന് കിട്ടുന്നതിന് കാരണം ഈ ഒരു മാവ് നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ചുട്ടിട്ടെടുക്കുക. സാധാരണ നമ്മൾ പത്തിരി ചുടുന്ന പോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ പൊങ്ങിയും വരും. വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഒരു പരുവത്തിൽ നമ്മൾ മാവൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി.
അങ്ങനെ ചെയ്തിട്ടെടുത്താൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കാസറോളിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തി അപ്പോൾ തന്നെ നമ്മൾ ചുട്ടങ്ങ് എടുത്താൽ മതി. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാസറോളിൽ ഇട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന മാവ് വാട്ടി കുഴച്ചിട്ടെടുത്ത് പരത്തിയൊക്കെ എടുക്കുന്ന ഒരു പത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പത്തിരിയുടെ റെസിപ്പി വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് മാവാണ് കാണിച്ചതെങ്കിലും കുറച്ച് അധികം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പത്തിരിയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ കറി നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു ചിക്കൻ നമുക്ക് ഇതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ ഇതുപോലെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു സവാളയൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരു 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് സവാള ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ഒരു സവാള അത്യാവശ്യം ഒന്ന് അവിഞ്ഞിട്ടുണ്ടാവും. സവാള ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. പൊടികളുടെ ഒരു പച്ചച്ചുവ മാറി വരുന്നിടം വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ്. ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. തക്കാളിയും ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു തക്കാളി നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തക്കാളി നന്നായിട്ട് കുക്കായി. തക്കാളി നമ്മളൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചിട്ടെടുക്കണം. ആ ഒരു തക്കാളി നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ ഇതുപോലെ തേങ്ങയാണ് കേട്ടോ. 1/2 കപ്പ് അളവിൽ ഇതുപോലെ ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു 3-4 മിനിറ്റോളം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം ആ ഒരു തേങ്ങയും ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനാണ്. ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി നമ്മൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഈ ഒരു ചിക്കനും ചേർത്ത് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ചിക്കനും ചേർത്ത് ഒരു 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1.5 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒരു 10 മിനിറ്റോളം തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കുക. എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഈ ഒരു ചിക്കൻ കറി നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പത്തിരിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു നൈസ് പത്തിരിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് നമ്മളൊരു മാവ് വാട്ടിയെടുക്കുന്ന സമയത്ത് ഒരു പാകത്തിന് മാവ് വാട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ പറ്റും.
അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.